I have 36 cases against me. My house was taken away. My membership of Lok Sabha was taken away. I was interrogated for 55 hours by the ED. എനിക്ക് 36 കേസുകൾ എനിക്കെതിരെയുണ്ട്. എൻ്റെ പാർലമെന്റ് അംഗത്വം അവർ റദ്ദ് ചെയ്തു. എന്നെ വീട്ടിൽ നിന്ന് അവർ ഒഴിവാക്കി. ഇപ്പോൾ ഇതാ 50-ലേറെ കേസുകൾ എനിക്കെതിരെയുണ്ട്. എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടി എനിക്കെതിരായി BJPയോടൊപ്പം സഖ്യം ചേരുകയാണ്. അവരെന്നെയാണ് ആക്രമിക്കുന്നത്, എനിക്കെതിരെയാണ് അവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. If the Chief Minister of Kerala is really standing against the BJP, then explain to me why there is no action taken on his corruption cases. Explain to me how his children are not interrogated. Explain to me how he is not attacked. മുഖ്യമന്ത്രി BJP എതിർക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് BJP മുഖ്യമന്ത്രിയുടെ മക്കൾക്കെതിരെയുള്ള കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണ കേസുകളിൽ അദ്ദേഹത്തെ രക്ഷിക്കുന്നത്? എന്തിനാണ് ലാവലിൻ കേസ് പലവട്ടം നീട്ടിക്കൊണ്ടുപോകുന്നത്? മുഖ്യമന്ത്രി കൊടുക്കുന്ന കേസുകളിൽ കേന്ദ്ര ഗവൺമെന്റ് മുഖ്യമന്ത്രിയെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. അത് പരസ്യ ബന്ധത്തിന്റെ തെളിവാണ്. The reason is that the BJP wants CPM to be in power over here, because they know they can control the CPM. They know that they cannot control the UDF and the Congress. BJPക്ക് കേരളത്തിൽ CPMന്റെ ഭരണം തുടരാനാണ് താല്പര്യം. കാരണം എന്താണ്? അവർക്ക് CPMനെ നിയന്ത്രിക്കാൻ സാധിക്കും. അവർക്കറിയാം അവർക്കൊരിക്കലും കോൺഗ്രസിനെയോ UDFനെയോ നിയന്ത്രിക്കാൻ BJPക്ക് കഴിയില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. And Modi knows that only the Congress can challenge him across the nation. The CPM can never challenge Narendra Modi across the nation. മോഡിക്ക് നന്നായി അറിയാം കോൺഗ്രസിന് മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയെ എതിർക്കാൻ, മതേതരത്വത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ്. CPMന് അതിന് കഴിയില്ല എന്ന് നരേന്ദ്രമോദിക്ക് നന്നായിട്ടറിയാം. You are all aware of the deal that Narendra Modi signed with Donald Trump, the so-called India-US trade deal. നിങ്ങൾക്കറിയാം അമേരിക്കയുമായിട്ട് നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്ന വ്യാപാര കരാർ അത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരാണ്. നിങ്ങൾക്ക് ആ കാര്യം നന്നായിട്ടറിയാം. Essentially, Narendra Modi has signed away India's future to America. ഇന്ത്യ രാജ്യത്തിന്റെ ഭാവിക്കെതിരെയാണ് നരേന്ദ്രമോദി ഇത്തരത്തിൽ അമേരിക്കയുമായി ഒരു തെറ്റായ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. He has done 3 or 4 things from which India will really struggle to recover. 2-3 കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളുടെ ലംഘനമാണ്. നമ്മുടെ കാർഷിക മേഖലയെ, രാജ്യത്തെ തകർക്കുന്ന നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. First, he has opened Indian agriculture to America. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ കാർഷിക മേഖലയെ നരേന്ദ്രമോദി പൂർണ്ണമായും അമേരിക്കയ്ക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. Indian farmers with small farms and low levels of mechanization are now going to have to compete with massive American farms with high mechanization. ഇന്ത്യയിലെ കൃഷിക്കാർക്ക് യന്ത്രവൽക്കരണത്തിൻ്റെതായ വലിയ ഭീഷണിയാണ്. അമേരിക്കയിലെ യന്ത്രവൽക്കരണത്തിൻ്റെതായ കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണത്തിലൂടെ ഇന്ത്യയിലെ കർഷകർ അവരുടേതായ കാർഷിക വൃത്തിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. The result will become obvious soon. Indian farmers are going to be crushed. നമ്മുടെ രാജ്യത്തെ കർഷകർ അതിന്റെ ഫലമായിട്ട് ഞെരുക്കപ്പെടും. അവർ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടപ്പെടുക. Rubber farmers, corn farmers, soya farmers, fruit farmers are all facing this threat. റബ്ബർ കർഷകര്, പഴം പച്ചക്കറി കർഷകര്, സോയാബീൻ കർഷകര്, ഇവരെല്ലാവരും ഈ പ്രതിസന്ധിയെ നേരിടുന്നവരായി മാറുകയാണ്. The second thing Narendra Modi has done, and this is going to affect every single person in the coming weeks and months, is he has signed away India's energy security. മറ്റൊരു കാര്യം, ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന, ദ്രോഹിക്കുന്ന മറ്റൊരു കരാറിലാണ് നരേന്ദ്രമോദി ഏർപ്പെട്ടിട്ടുള്ളത്. You will be amazed to know that India can no longer buy oil from who it wants. It has to take permission from the United States before buying oil. ഇന്ത്യ രാജ്യത്തിന് അമേരിക്കയ്ക്ക് കമ്മീഷൻ നൽകേണ്ട,
അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ട ഒരു ദുർഗതിയിലേക്കാണ് നരേന്ദ്രമോദി രാജ്യത്തെ ഈ കരാറുകളിലൂടെ തള്ളിവിടുന്നത്. America cannot buy oil from Russia, Iran, Iraq before taking permission from America. അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ഇടപെടാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ സാമ്പത്തിക മേഖലയിൽ കടന്നു കയറുന്ന അമേരിക്കയ്ക്ക് പ്രത്യേക അനുമതി ആവശ്യമില്ല. ഈ കരാറ് തന്നെ അമേരിക്കയ്ക്ക് അതിനാവശ്യമായ പ്രാപ്തി നൽകും. And now you are going to face, we are all going to face the consequences of this decision. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ ഓരോരുത്തരും, ഇന്ത്യ രാജ്യത്തെ ഓരോ വ്യക്തിയും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. There is a war in the Middle East and you will see the results of Narendra Modi's decision in the coming weeks and months. നരേന്ദ്രമോദിയുടെ തെറ്റായ തീരുമാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ അടുത്ത മാസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾ മനസ്സിലാക്കും. അത് രാജ്യത്തെ പൗരന്മാർക്ക് അപകടം വരുത്തുന്നതാണ്.